ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ടോപ്പാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, വളരെ കുറവ് തുണി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുന്നത് ഒരു 3 ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ്. അപ്പോൾ കുഞ്ഞ് കുറച്ച് സൈസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കാട്ടും കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 to 4 ഇയേഴ്സിലേക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ പൂരത്തിൻ്റെ ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ. അപ്പോൾ അതിനെടുത്തിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇത് കുറച്ചധികം ക്ലോത്ത് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഫ്രോക്കായിട്ട് വേണ്ട, ഒരു പലാസോ പാൻറ്റും അതുപോലെ ഒരു ടോപ്പായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മോഡലൊന്നും പറഞ്ഞില്ല, നമ്മുടെ ഒരു ഐഡിയയിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള മോഡലൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണെന്ന് കാണിക്കുന്നത്. പലാസോ പാൻറ്റ് ഉണ്ട്, അത് ഞാൻ അടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് വേണ്ട മെറ്റീരിയൽ ആദ്യമേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നിൻ്റെയും സൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് 2 പീസ് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീളവും വീതിയൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും ഒരു 3 to 4 ഇയേഴ്സ് ബേബിക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒരു 8 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. വിഡ്ത്ത് വന്നിട്ട് നമ്മളൊരു 27, അത് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതിൽ ഏകദേശം ഒരു 27-28 കിട്ടുന്നുണ്ട്. അപ്പോൾ 2 പീസ് ഈ ഒരു അളവിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു 2 സ്ട്രാപ്പിനുള്ള 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ 2 സ്ട്രാപ്പിനുള്ള പീസ് എടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് ഇതുപോലെ ഇത് 8 ഇഞ്ചേ വേണ്ടു കേട്ടോ. ഞാൻ ഇതിൽ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. 8 ഇഞ്ച് ഇറക്കും, 3 ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട്. 2 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഒരു സൈഡിൽ നിന്ന് കിട്ടിയപ്പോൾ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതേ ഞാൻ ഇതുപോലെ 2 പീസ് ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആ ഒരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇത് ചെയ്യുകയാണെങ്കിൽ കൺഫ്യൂഷൻ വരും. ഇത് ഏകദേശം ഒരു 8 ഇഞ്ച് മതി. പിന്നെ ഒരുപാട് കയറി നിൽക്കുന്ന ഒരു സ്ട്രാപ്പല്ല, ഇച്ചിരി ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന നെക്കാണ് കേട്ടോ അത്. അപ്പോൾ 2 സ്ട്രാപ്പ് നമ്മൾ അതിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വീതി നിങ്ങൾക്ക് കൂടുതലും കുറവൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ വന്നിട്ട് വേറെ 2 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ആ ഒരു സ്ട്രാപ്പിന് താഴേക്ക് വരുന്ന ഭാഗമാണ്. ഇപ്പോൾ ഈ ഒരു ടോപ്പിൽ 2 പീസായിട്ടാണ് വരിക കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ 2 പീസായിട്ടാണ് വരിക. അപ്പോൾ അതേ 2 പീസ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ അളവ് പറയാം. അപ്പോൾ ഇതിൻ്റെ വിട്ട് വന്നിട്ട് നമ്മളിവിടെ ഒരു കണ്ടോ 18 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ആവശ്യമില്ല, ഞാനപ്പോൾ അത് കട്ട് ചെയ്തപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ 18 ഇഞ്ച് വിട്ടും നീളം നമ്മളൊരു 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 2 പീസും ഒരേ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒന്നിന് മീതെ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സെൻറ്റർ മടക്കി കൊടുക്കാം. ഇതുപോലെ സെൻറ്റർ മടക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ ഇതിനകത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒത്തിരി മെഷർമെൻറ്റുകളൊന്നും ഇല്ല, നമ്മൾ അടയാളപ്പെടുത്തുന്ന മെഷർമെൻറ്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഷോൾഡറാണ്. ഷോൾഡർ നമുക്ക് ആദ്യം തന്നെ 4 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ 4 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കണം, അതായത് നെക്കിൻ്റെ അകലം. അപ്പോൾ 4 ഇഞ്ച് അങ്ങനെ തന്നെ അവിടെ നിർത്തുക, ആ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇനി നെക്കിൻ്റെ വിഡ്ത്താണ് കേട്ടോ വരുന്നത്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് നിങ്ങൾ എത്രയാണ് കുഞ്ഞുങ്ങളുടെ വണ്ണത്തിനനുസരിച്ചിട്ട് കൂടുതലും കുറവൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ഇഞ്ച് വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1 ഇഞ്ചും കൂടെ കൂടുതൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കണ്ടോ. ഇതുപോലെയാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് ആദ്യം തന്നെ നെക്ക് അടയാളപ്പെടുത്തി 1 ഇഞ്ച് എക്സ്ട്രാ അങ്ങനെ പറയാത്തതെന്ന് വെച്ചാൽ നെക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവും എടുക്കുക. അപ്പോൾ നമ്മളിവിടെ നെക്കിൻ്റെ അളവ് എടുത്തിട്ടുള്ളത് എത്രയാണെന്ന് നോക്കുക, ആ ഒരു പോയിൻറ്റിന് 1 ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് താഴേക്ക് ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ആം ഹോൾ വന്നിട്ട് അധികം ഇതിനകത്ത് ആവശ്യമില്ല, കാരണം സ്ട്രാപ്പ് വരുന്നതുകൊണ്ട് നമുക്ക് 1 ഇഞ്ചോളം ആം ഹോൾ മതി. 1 ഇഞ്ച് ഇതുപോലെ ഞാൻ ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. അത് ഒരുപാട് ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കണ്ട. ഇപ്പോൾ കണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ടൊന്നിങ്ങനെ ചെറിയൊരു ഷേപ്പ് പോലെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ആം ഹോൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് കുഞ്ഞുങ്ങളുടെ വണ്ണത്തിനനുസരിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് പറഞ്ഞാലും വ്യത്യാസം വരും കേട്ടോ, 3 to 4 എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ചെസ്റ്റ് എടുക്കുന്നത് ഒരു 5.5 ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റ് എടുക്കുന്നത്. എക്സ്ട്രാ ഞാനൊരു 2 ഇഞ്ചോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ വേസ്റ്റ് വന്നിട്ട് നമ്മളിവിടെ ഒരു 5.5 ആ സെയിം തന്നെ ഞാൻ താഴെ എടുക്കുന്നുണ്ട്. അതിൽ ഞാൻ കൂടുതൽ എടുക്കുന്നില്ല കേട്ടോ, അല്ല കുറച്ച് എടുക്കുന്നില്ല, സെയിം തന്നെയാണ് എടുത്തിട്ടുള്ളത്.
ഇനി 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ആ ലൈനുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം വേസ്റ്റിൻ്റെ അവിടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, അളവ് അങ്ങനെ എടുക്കുന്നില്ല. കാരണം താഴേക്ക് ഫ്രില്ലാണല്ലോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ അളവിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതറിയുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. ഇത് നമുക്ക് വളരെ കുറവ് തുണിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒത്തിരി തുണിയും വേണ്ട അതിന്. കാരണം ഈ ഒരു സ്ട്രാപ്പും പിന്നെ ഈ ഒരു ബോഡി പാർട്ടിലുള്ള ഈ ഒരു പീസാണ് വേണ്ടത്. പിന്നെ താഴേക്ക് ഫ്രില്ലിടുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്രില്ലിടാനായിട്ട് പറ്റും. അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അളവിൽ തന്നെ ലൈനിങ് കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ലൈനിങ് കൂടെ വെച്ച് കൊടുത്താലാണ് ആ ഒരു സ്ട്രാപ്പിൻ്റെ അവിടെ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. ഈ ഒരു പീസിൽ മാത്രമാണ് ലൈനിങ് വയ്ക്കുന്നത്. താഴേക്കുള്ള ആ ഒരു ഫ്രില്ല് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് ഈ ലൈനിങ് വയ്ക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സമയം അധികമൊന്നും വേണ്ടത് കട്ടിങ്ങിനും സ്റ്റിച്ചിങ്ങിനും. വീട്ടിലിടാനാണെങ്കിലും നമ്മൾ പുറത്തേക്കൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ടോപ്പ്. സ്കേർട്ടിനാണെങ്കിലും ഭംഗിയാണ്. അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പലാസോ പാൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. തൊട്ടടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം. എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് 3 to 4 ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ അതേ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യാനെടുക്കുന്നത് ഇതിനകത്തുള്ള സ്ട്രാപ്പാണ്. നമ്മൾ 2 സ്ട്രാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമുക്ക് ബോഡി പാർട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സ്ട്രാപ്പ് നമുക്ക് വീതി നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പീസിൻ്റെ പകുതിയോളം കിട്ടുമല്ലോ വീതി. അപ്പോൾ അതേ ഞാൻ സെൻറ്റർ മടക്കി കൊടുത്തിട്ട്, ഇപ്പോൾ സെൻറ്റർ മടക്കി കൊടുത്തതിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ ഇറക്കിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. കാരണം അത് ആ ഒരു ക്ലോത്ത് ഉള്ളിലേക്ക് മടങ്ങി പോവില്ലേ, അപ്പോൾ അത് ഇച്ചിരി കട്ടിയിൽ നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 സ്ട്രാപ്പും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഇതിന് പകരം ടൈ വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. ഈ ഒരു സ്ട്രാപ്പ് അല്ലാതെ നമുക്ക് കിട്ടുന്ന പോലെ വെക്കണമെങ്കിൽ വെക്കാം. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ 2 സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കാം. അപ്പോൾ പെൻസിലോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കുക. അപ്പോൾ ഇതിനകത്ത് സ്ട്രാപ്പിന് ഇനി നിങ്ങൾക്ക് ആ മെറ്റീരിയലിൽ ബ്ലാക്ക് കളറൊക്കെ വെച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഭംഗി ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ 2 തുണിയാണ് ഇരിക്കണേന്ന് വിചാരിക്കുക. അതായത് 2 ഡിസൈനിലുള്ള തുണിയാണെങ്കിൽ നമുക്ക് സ്ട്രാപ്പിന് അതുപോലെ താഴെ ഫ്രില്ലിനായിട്ട് ഒരു മെറ്റീരിയലും ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിലേക്ക് വേറൊരു മെറ്റീരിയലായിട്ടും ചെയ്യാം കേട്ടോ. അങ്ങനെയും ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ കത്രിക വെച്ചിട്ടാണ് കേട്ടോ അത് മറിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ അതേ ഇതുപോലെ മറച്ചിട്ടെടുത്തിട്ടുണ്ട്. 2 പീസും ഇതുപോലെ തന്നെ മറച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് കുറച്ച് നാളായിട്ട് ഫുള്ളി സ്ട്രാപ്പിൻ്റെ ഫ്രോക്കാണെങ്കിലും ടോപ്പാണെങ്കിലും എല്ലാം അതും ഇങ്ങനത്തെ ഓർഡേഴ്സാണ് കേട്ടോ വരുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് അത് തന്നെയായിരിക്കും വരിക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇങ്ങനത്തെ മോഡൽ തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം. ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് ആ ഒരു ക്ലോത്ത് സെൻറ്റർ മടക്കി കൊടുത്തിട്ട് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സെൻറ്റർ ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കതിൻ്റെ 2 സൈഡിലേക്കുള്ള സ്ട്രാപ്പ് ഉണ്ടല്ലോ, അത് വെക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം 2 സൈഡിലും. എന്നാലാണ് നമുക്ക് ഒരുപോലെ വരുള്ളൂ. ആ ഒരു സ്ട്രാപ്പ് 2 സൈഡിലും ഒരുപോലെ വരുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ക്ലോത്ത് സെൻറ്റർ മടക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്തിട്ട് 2 സൈഡിലേക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് 2 സൈഡിലേക്കും ഇതുപോലെ 2 ഇഞ്ച് വീതം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, അതിങ്ങനെ പിടിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 സൈഡിലേക്ക് ഒരേപോലെ കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഉള്ളിലേക്ക്. അപ്പോൾ കണ്ടോ, ഉള്ളിലേക്ക് ആ ഒരു പോയിൻ്റ് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ട്രാപ്പ് വയ്ക്കുന്ന ആ ഒരു അകലം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു പോയിൻറ്റിൻ്റെ 2 സൈഡിലേക്കും സ്ട്രാപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ആ ഒരു സ്ട്രാപ്പ് ഇതിനകത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തുള്ള പോയിൻ്റില്ല, ആ പോയിൻറ്റിൻ്റെ ഉള്ളിലേക്ക് വെക്കരുതിട്ട് ആ പോയിൻ്റ് പുറത്തേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ സ്ട്രാപ്പ് ആദ്യമേ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മീതെ ലൈനിങ് വെക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. കാരണം സ്ട്രാപ്പ് എപ്പോഴും നമ്മൾ ഉറപ്പിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്ട്രാപ്പ് ഊരി പോകുന്നുള്ള ടെൻഷൻ നമുക്ക് വരില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ആദ്യം സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ 2-3 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ആദ്യം സ്ട്രാപ്പ് ഈ ഒരു മെയിൻ ക്ലോത്തായിട്ട് ജോയിൻ്റ് ഇട്ടിട്ട് വേണം അതിന് മീതെ ലൈനിങ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ 2 സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മീതിയായിട്ട് നമുക്ക് ലൈനിങ് ഇട്ട് കൊടുക്കാം. ലൈനിങ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നിർത്തണം കേട്ടോ. അതിന് ശേഷം ഫൂട്ട് പൊന്തിച്ച് കൊടുത്തിട്ട്
ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്കൊരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കണം കേട്ടോ, ഈ ഒരു പോർഷൻ. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് ബാക്ക് പോർഷനും ചെയ്യേണ്ടത്. അപ്പോൾ അത് ബാക്ക് പോർഷൻ ചെയ്യുമ്പോൾ നമ്മൾ വെക്കുന്ന ആ ഒരു ഇത് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ കേട്ടോ. മെയിൻ ക്ലോത്തിന് പകരം ലൈനിങ് ഫസ്റ്റ് വെക്കണു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ സൈഡിൽ കട്ടിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാ പൂരത്തിനും ഇങ്ങനെ കോസ്റ്റ്യൂം ഉണ്ടാവും കേട്ടോ, ഓരോ ക്ലബ്ബുകാർക്ക്. അപ്പോൾ ഒരുവിധം നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ എല്ലാ പ്രാവശ്യം ചെയ്തെടുക്കാറ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ അവരോടത്ത് പറഞ്ഞപ്പോൾ അവർ ഫ്രോക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, പലാസോ പാൻറ്റും ഈ ഒരു ടോപ്പായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തു വന്ന് അതിന് ശേഷമാണ് കേട്ടോ വോയിസ് ഇടുന്നത്. അപ്പോൾ അത് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതേ മൊത്തത്തിൽ ഞാൻ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഞാൻ ചെയ്യുന്നത് ഈ പൂരത്തിൻ്റെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഓരോതും ഓരോ ക്ലബ്ബിലത്തെയാണ് കേട്ടോ, ഓരോ സൈഡിലത്തെ ഓരോ ക്ലബ്ബിലത്തെയാണ്. അപ്പോൾ ഇനിയും ഉണ്ട് ഒരെണ്ണം ചെയ്യാനായിട്ട്, പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ടാണ് കേട്ടോ, കാരണം തിരക്കായി ആ സമയത്ത്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ആ 2 സ്ട്രാപ്പ് ഇതുപോലെ വലിച്ചെടുത്തിട്ടുണ്ട് പുറത്തേക്ക്. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മീതെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മെറ്റീരിയലിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് കോട്ടൺ അല്ല, പക്ഷെ അത്ര ക്വാളിറ്റി ഇല്ലാത്തതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാമിനൊക്കെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ, പക്ഷേ ക്വാളിറ്റി കുറവാണ് ഈ മെറ്റീരിയൽ. നമ്മൾ എന്തെങ്കിലും ഒരു നൂലൊക്കെ വലിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ പോരുന്നൊരു മെറ്റീരിയലാണ്. പക്ഷെ കാണാൻ വലിയ കുഴപ്പമില്ല കേട്ടോ, കാണുമ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഒരുമിച്ചിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ അരികിലൂടെ ഒന്ന് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ, വേറൊരു കളറ്. അതെന്താണെന്ന് അറിയുന്നില്ല, 2-3 വീഡിയോസിലായി വരുന്നു. ഇനി ക്യാമറയുടെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നറിയില്ല. നമ്മൾ ലൈറ്റ് പ്രത്യേകിച്ച് വയ്ക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ നൈറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ലൈറ്റ് കൊടുക്കാറുള്ളൂ വീഡിയോസ് എടുക്കുമ്പോൾ. ഇത് നമ്മൾ നോർമൽ ലൈറ്റിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ ആദ്യം ലൈനിങ്ങിൽ ഈ ഒരു സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ലൈനിങ്ങിൽ ഈ സ്ട്രാപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മീതിയായിട്ട് മെയിൻ ക്ലോത്ത് നല്ല വശം ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബാക്ക് പോർഷൻ. അത് കഴിഞ്ഞ് മറിച്ചെടുത്തതിന് ശേഷം ആ ഫ്രണ്ട് പോർഷനിൽ ചെയ്ത പോലെ തന്നെ അതൊന്ന് പതിച്ചും കൂടെ അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗം. ഇനി നമുക്ക് താഴെ ഫ്രില്ലിടണം, അതാണ് കേട്ടോ അതിനകത്ത് ഇനി ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ ഫ്രില്ലിടാനുള്ള ആ ഒരു ക്ലോത്ത് എടുക്കാം. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് വെക്കാം. 2 വശം കൂടി ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കുക. 2 സൈഡിലും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെയ്യാനുള്ളത് ഇതിൻ്റെ അടിവശത്ത് ഇതുപോലെ ആ ഒരു പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇത് പ്ലീറ്റ്സ് വേറെ ഇട്ടിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് ക്ലോത്തിന് മീതെ വെച്ച് കൊടുത്ത് പ്ലീറ്റ്സ് ഇട്ട് എടുത്താലും മതി. അപ്പോൾ നമുക്കത് മൊത്തത്തിലൊന്ന് പ്ലീറ്റ്സ് ഇട്ട് എടുക്കാം കേട്ടോ, എൻ്റെ വരെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കാം. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ക്ലോത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, പ്ലീറ്റ്സ് ഇടാനുള്ള ക്ലോത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ക്ലോത്ത് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ടോപ്പല്ല, അപ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. ഫ്രോക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അടിയിൽ ഒരുപാട് ഫ്രില്ലിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒത്തിരി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുത്തെടുക്കാം കേട്ടോ. ഈ ഒരു വശം ഒന്ന് ഡബിൾ സ്റ്റിച്ച് ഒന്ന് കൊടുത്തെടുക്കാം. 2 സൈഡും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു പ്ലീറ്റ്സ് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക കണ്ടോ. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ നിൽക്കുന്ന ക്ലോത്താണ് കേട്ടോ, ഒരുപാട് ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്നില്ല, വലിയ കുഴപ്പമില്ലാത്ത ക്ലോത്താണ്. സ്റ്റിച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കളറ് ഇങ്ങനെ ഫെയ്ഡാവും തോന്നുന്നു കേട്ടോ. എനിക്കത്ര ക്വാളിറ്റി അങ്ങനെ തോന്നിയില്ല, സ്റ്റിച്ചിങ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി നമുക്കതിൻ്റെ മീതെ ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കുക. ആ ഞൊറിയുടെ വശം ഉണ്ടല്ലോ അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ പതിച്ചടിച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു ചെറിയ ലേസ് ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്, ആ ഒരു പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വശത്തുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫ്രോക്കിൽ, അപ്പോൾ സെയിം തന്നെ അതിൻ്റെ ബ്ലാക്ക് കളറ് ഒരു ലേസാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലേസിന് അത്ര റേറ്റ് ഒന്നും വരുന്നില്ല, അപ്പോൾ ഞാനത് കുറച്ചധികം മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കുട്ടികളുടെ ഫ്രോക്കിൽ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഒരു സൈഡ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, അടുത്ത സൈഡ് നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആ ലേസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ അത് മൊത്തത്തിലൊന്ന് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പ് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട്, പക്ഷേ അത് നമ്മളൊരു സ്കേർട്ടിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് ഏജും വ്യത്യാസം ഉണ്ടായിരുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേസ് നമുക്ക് ആ ഒരു പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യില്ലേ, അതിൻ്റെ ആ 2 ജോയിൻറ്റ് വരുന്നതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെയാണ് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് സ്പീഡിലൊന്നും ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പം അത് കാണാൻ നല്ല ഭംഗിയില്ല. ആ ലേസ് വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു ലേസ് കറക്റ്റായിട്ട് ആ സെൻറ്ററിൽ വരുമ്പോൾ അവിടെ നിന്ന് ആ പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം കേട്ടോ. ആ ഒരു ലേസിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. അതൊന്നും ഒരു ഉറപ്പിന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്റ്റിച്ച് അഴിഞ്ഞ് കഴിഞ്ഞാൽ ലേസ് മൊത്തത്തിൽ അഴിഞ്ഞു പോരും. അപ്പോൾ അതിനും നല്ലത് 2 സ്റ്റിച്ച് കൊടുക്കുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലേസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെയിം കളർ നൂല് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കങ്ങനെ റിസ്ക് വരില്ല. അപ്പോൾ അതേ ലേസ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 2 സൈഡിൽ വെച്ചിട്ടില്ല കേട്ടോ, ഒരു സൈഡിൽ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം അതിൻ്റെ അടിവശം കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം സൈഡ് 2 ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. സൈഡൊക്കെ അളന്ന് നോക്കിയിട്ട് വേണം ജോയിൻ്റ് ഇട്ട് എടുക്കാനായിട്ട്. അപ്പോൾ സൈഡ് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കതിൻ്റെ അടിവശം കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അത് ഞാനിനി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇതിൽ കാണിക്കുന്ന പോലെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്യുക, അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് കുഴപ്പമില്ല. കാരണം ഒരു തവണ തന്നെ ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അംബ്രല്ല കട്ടിംഗ് ഒന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഈ ഒരു ടോപ്പ് വരുന്നത്. കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ ടോപ്പ് വരുന്നത്. പലാസോ പാൻറ്റ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടോപ്പാണ് കേട്ടോ. വലിയ റിസ്ക് ഉള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതറിയാത്തവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. പിന്നെ ഈ ഒരു സെയിം ഏജിലുള്ളവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ വീഡിയോ നമ്മൾ കട്ടിങ് സ്റ്റിച്ചിങ്ങും ഒരുമിച്ചാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടുന്നുണ്ട്, അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.